മല്ലി എടുത്തിട്ട് 1 ടേബിൾ സ്പൂൺ ഉഴുന്ന്, 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, 1/2 ടേബിൾ സ്പൂൺ ജീരകം, 1/2 ടേബിൾ സ്പൂൺ ഉലുവ, പിന്നെ ഉണക്കമുളക്. ഉണക്കമുളക് ഞാനിവിടെ ഒരു 20 എടുത്തിട്ടുണ്ട്. ഈ ഉണക്കമുളക് എടുക്കുമ്പോൾ ഉണക്കമുളകിന്റെ തണ്ട് മാറ്റിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം കൂടിയിട്ട് ചൂടാക്കിയിട്ട് വേണം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതെല്ലാം കൂടിയിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ഇത് ചൂടാക്കി എടുക്കുമ്പോൾ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് വേണം ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഈ ചൂടായ പാനിലേക്ക് ഏറ്റവും ആദ്യം ഉണക്കമുളക് ചേർക്കാം. ഉണക്കമുളക് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്ക് നമുക്ക് മല്ലി ചേർക്കാം. ഇപ്പൊ മല്ലി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതെടുത്ത് മാറ്റാം. ഇതിലേക്ക് നമുക്ക് കടലപ്പരിപ്പ് ചേർക്കാം. ഇപ്പൊ കടലപ്പരിപ്പും നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതെടുത്ത് മാറ്റാം. ഇതിലേക്ക് ഉഴുന്ന് ചേർക്കാം. ഉഴുന്നും നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതെടുത്ത് മാറ്റാം. ഇതിലേക്ക് ഉലുവ ചേർക്കാം. ഉലുവയും നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതെടുത്ത് മാറ്റാം. ജീരകം ചൂടാക്കാം. ഇപ്പം ജീരകവും നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതെടുത്ത് മാറ്റാം. മസാലകളെല്ലാവരും ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയിൽ ഇട്ടിട്ട് പൊടിച്ചെടുക്കാം. ഇപ്പം സാമ്പാർ പൗഡർ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഇടാം. ഇപ്പം സാമ്പാർ പൊടി റെഡി ആയിട്ടുണ്ട്. ഈ സാമ്പാർ പൊടിയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. അതുകൊണ്ട് ഇത് നമ്മൾ നേരത്തെ കൂട്ടിയിട്ട് പൊടിച്ചു വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ കടയിൽ നിന്ന് പാക്കറ്റൊക്കെ വാങ്ങണതിനേക്കാളും എപ്പോഴും നല്ലത് ഈ സാമ്പാർ പൊടിയൊക്കെ വീട്ടിൽ പൊടിച്ചെടുക്കുന്നതാണ്. ആ സാമ്പാർ ഉണ്ടാക്കുന്ന സമയത്ത് ഫ്രഷ് ആയിട്ട് പൊടിച്ചിട്ട് സാമ്പാറിലേക്ക് ചേർക്കാം. അപ്പൊ നമ്മുടെ സാമ്പാറിന് നല്ലൊരു സ്മെല്ല് ഉണ്ടാവുകയും ചെയ്യും. സാമ്പാറിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുകയും ചെയ്യും.